നമ്മളിപ്പം ഈ കുണ്ടറ മണ്ഡലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ നിറയെ ഫ്ലെക്സും കാര്യങ്ങളും എല്ലാം കണ്ടു. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കവലയിൽ ബിഗ് ബോസിൽ ഉള്ള സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്തൊക്കെ അത്രയും ആളുകളായിരുന്നു. റോബിൻ രാധാകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നേ. ഇപ്പൊ ഇലക്ഷനിലേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ആ ബിഗ് ബോസിലുള്ളതുപോലെ തന്നെ ഒരു സ്നേഹവും പരിഗണനയും ഒക്കെ തന്നെയാണോ കിട്ടുന്നത്? എന്തായിരുന്നു എനിക്ക് കിട്ടിയ സ്വീകരണം? എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരാട്ടോ. നമ്മൾ ഈ പ്രാവശ്യം ഒരു വലിയൊരു ട്വിസ്റ്റ് മേ ബി ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടത്തെ ഇപ്പൊ ആളുകളെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? ഏത് പാർട്ടിയിലുള്ള ജനങ്ങളാണെങ്കിലും ഏത് മതത്തിലുള്ള ജനങ്ങളാണെങ്കിലും വലിയ നല്ല രീതിയിൽ നമ്മളൊരു മ്യൂച്വൽ റെസ്പെക്ട്. എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട, ഞാൻ ചിലപ്പോ വഷളായി പോകും. ഇരുന്നോളൂ, അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖമുള്ളതുകൊണ്ടാ. ഇപ്പൊ റോബിൻ നമ്മള് ബിഗ് ബോസിലൊക്കെ കാണുന്ന സമയത്ത് അവിടെന്ന് വെച്ചാൽ ഭയങ്കര അലറി നടക്കുന്ന ഒരാള്, എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അല്ലെങ്കിൽ സഹ മത്സരാർത്ഥികളോടൊക്കെ കുറച്ച് റൂഡായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരാള്. പക്ഷെ നമ്മള് വെളിയിൽ ഇറങ്ങിയപ്പോ കണ്ടത് വേറെ റോബിൻ. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം ഇന്ന് പുതിയൊരു മനുഷ്യനാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ നോക്കുമ്പോ ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാണ്. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവ. അപ്പൊ ആക്ച്വലി എങ്ങനെയാണ് റോബിന്റെ റിയൽ ക്യാരക്ടർ? റോബിന്റെ അഭിപ്രായത്തിൽ ഇത്തവണ ആര് ഭരണം പിടിക്കും? LDF, UDF, അതുപോലെ തന്നെ BJPക്ക് ഇതുവരെ ഒരു സീറ്റ് പോലും ഇല്ല. തളരരുത് രാമകുട്ടി, തളരരുത്. അപ്പൊ ഇത്തവണ BJP അല്ലെങ്കിൽ NDA താമര വിരിയിക്കുമോ? ഒബ്വിയസ്ലി എന്റെ ഒരു ആഗ്രഹപ്രകാരം NDA എല്ലാ സീറ്റും കിട്ടണമെന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. ഇവിടെ വിജയിച്ചു കഴിഞ്ഞാല് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവരും എന്നുകൂടി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, അത് ഞാനേ പറഞ്ഞോളൂ, ഇനി ഞാനേ പറയൂ. ഭയങ്കര ബിസിയല്ലേ, നമ്മൾ പെട്ടെന്ന് വിളിച്ചാന്ത് അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല.